വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഉടമയല്ലാരും. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ലാരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എത്രയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടി. പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു 96 കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2 or 3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കുന്നുള്ളത് പറയും, പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 or 3 എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എന്നാണ് ഇയാളുടെ. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ അന്വേഷണമാണ്. ED വളരെ ജാഗ്രതയോടുകൂടിയാണ് ആ കേസിനെ സമീപിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാകും. കാരണം പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവരുടെ ഒരു ഡയറിയും ഫോണും EDക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കണ്ട ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ കോഴിക്കോട് 8 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത്, നിരവധി വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും നാളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ വന്ന ഒരു വാക്കുപോലും പറയാതിരുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമ സമ്മേളനം നടത്തിയിരിക്കുന്നു. ഈ മാധ്യമ സമ്മേളനത്തിലാകട്ടെ അദ്ദേഹം എടുത്തു പറഞ്ഞ പല വസ്തുതകളിൽ നമുക്ക് മാധ്യമം എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇതിലെടുത്തു പറയേണ്ട കാര്യം, പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെട്ട ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ സാർ. അപ്പോൾ സാറിനോട് എനിക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിൽ ആദ്യത്തെ എൻ്റെ ചോദ്യം, ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇടപാട്, ED അവരുടെ ബാങ്ക് രേഖകൾ കണ്ടെത്തി ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. അതിൽ ഏതാണ്ട് 20 കോടിയുടെ അടുത്ത് രൂപയുണ്ടായിരുന്നു. 19.89 ലക്ഷം എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. കണക്ക് എത്രയാവട്ടെ, 20 കോടിയുടെ അടുത്താണ് എന്നുള്ളതാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ആ പണം മരവിപ്പിച്ചിരിക്കുന്നു. കൂടാതെ 85 ലക്ഷം രൂപ വീണ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും വാർത്തയുണ്ടായിരുന്നു. ഇതും ED കണ്ടെത്തിയത് തന്നെയാണ്. മറ്റ് ചില കേന്ദ്രങ്ങൾ വഴിയാണ് വീണ അത്തരത്തിലുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ കോൾ വിളിക്കുന്നതിന് വേണ്ടി നന്ദുലാൽ എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, സിമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വീണ വിജയനെ കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്, ഇത് പറഞ്ഞു കേൾക്കുന്നത് പോലെ, അതായത് ED പുറത്തുവിട്ട കണക്ക് നമ്മൾക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ അത്ര വലിയ തുകയൊന്നുമല്ല എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ 20 കോടി രൂപയാണ് ED ഫ്രീസ് ചെയ്തിരിക്കുന്നത്, മരവിപ്പിച്ചിരിക്കുന്നത്. 85 ലക്ഷം രൂപ വീണ വിജയൻ വിദേശത്തേക്ക് അയച്ചിരിക്കുന്നു. സാർ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും കൃത്യമായി പണിയെടുത്തു കഴിഞ്ഞാൽ, 10-20 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 20 കോടി രൂപ ഉണ്ടാക്കാൻ എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്, കൂടാതെ അദ്ദേഹം നടത്തിയ അഴിമതി കഥകളുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് നടന്നു എന്ന് സാർ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇതൊരു 20 കോടി ഒരു ചെറിയ തുകയാണെന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഈ അഭിപ്രായഗതിയോട് എങ്ങനെയാണ് സാർ പ്രതികരിക്കുന്നത്? അതായത് പിണറായി പറഞ്ഞത് എന്നോട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 20 കോടി രൂപ വിദേശത്തേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു തുച്ഛ സംഖ്യയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. 1 ലക്ഷം കോടി രൂപയിൽ മേധയാണ് പിണറായി വിജയൻ്റെ വിദേശത്തെ കള്ളപ്പണത്തിൻ്റെ വിവരങ്ങൾ എന്നുള്ള വിവരം ഞാൻ പലതവണയായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ വിദേശ നിക്ഷേപത്തിൻ്റെ വ്യക്തമായ രേഖകളാണ് എൻ്റെ കൈവശമുണ്ടായിരുന്നത്. 2021 എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് എൻ്റെ കള്ളക്കേസ് എടുത്ത്, വീണ ജോർജിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്ത് എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് പോലീസ് ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. റെയ്ഡ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, CCTV ക്യാമറ ആദ്യം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞ പ്രകാരം, ഇനി പിണറായി വിജയനാണോ മരുമോനാണോ വീണ ജോർജാണോ അറിയില്ല, വിളിച്ച് പറഞ്ഞ പ്രകാരം എൻ്റെ CCTV ക്യാമറ എടുക്കുന്നു, ഊരിയെടുക്കുന്നു. അതിനുശേഷം അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീണ ജോർജുമായിട്ടും അതേപോലെ വീണ വിജയനായിട്ടും പിണറായി വിജയനുമായിട്ടുള്ള രേഖകൾ എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ മറുപടി പറയാതിരുന്നപ്പോൾ എല്ലാ താക്കോലും വാങ്ങുകയും അളമാറ തുറന്ന് ആ രേഖകൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുള്ള ഇതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 10,000 കോടി രൂപ 2021 ഡിസംബർ 1 ഉണ്ടെങ്കിൽ അത് എൻ്റെ കൈ കിട്ടിയത് കേട്ടോ. എൻ്റെ കൈ കിട്ടാത്തതെന്ന് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന് ശേഷം എൻ്റെ അറിവും വിവരം വെച്ചിട്ട് പിണറായി വിജയനോടുള്ള വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ പ്രകാരം അറ്റ്ലീസ്റ്റ് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹത്തിന് 5-6 രാജ്യങ്ങളിലായിട്ടുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ് എന്നുള്ള കാര്യമാണ് എൻ്റെ മുന്നിലുള്ളത്. സർ, ഞാൻ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ് പുറത്തേക്ക് വീണ വിജയൻ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് പറയുന്നത്. ഇതൊരു ചെറിയ തുകയാണ് എന്ന് എങ്ങനെയാണ് കേരളം പോലുള്ള ഒരു സാമ്പത്തികമായി അവികസിതമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച ഒരാൾക്ക് 85 ലക്ഷം രൂപ എന്ന് പറയുന്നതും 20 കോടി രൂപ എന്ന് പറയുന്നതും കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതൊരു ചെറിയ തുകയായി വിവക്ഷിക്കാൻ സാധിക്കുക? പ്രദീപ്, 85 ലക്ഷം പിണറായി മൂക്കിൽ വലിക്കാനില്ലാന്ന്. 1 ലക്ഷം കോടി അവിടെ അടിച്ചു മാറ്റിയിട്ട് അവിടെ എത്തിച്ചുള്ള ഒരാൾക്ക് ഈ 85 ലക്ഷമൊക്കെ വല്ല പൈസയാണോ? പിണറായി വിജയനെ ശരിക്കും മനസ്സിലാക്കാത്ത പ്രദീപാണെന്നാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് 85 ലക്ഷം ഒന്നും പിണറായി വിജയന് ഒരു മൂക്കിൽ വലിക്കാനുള്ള സാധനം അല്ല സാർ. മറ്റൊരു 20 കോടി ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതെ, 20 കോടി എന്നൊക്കെ പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയല്ല. വിദേശത്തേക്ക് കടത്തിയിട്ടില്ല, എല്ലാം വിദേശത്തേക്ക് കടത്തലാണ് പണി. വിദേശത്തേക്ക് ഇവിടെ നിന്ന് കടത്തുന്നു. അതാണല്ലോ 10,000 കോടി രൂപ ഒറ്റയടിക്ക് ഡോളറായിട്ട് ഇവിടുന്ന് കടത്തിയത്. അതായത് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്, അവിടെ നിന്ന് ശിവശങ്കർ പറയുകയാണ്, ദുബായിൽ നിന്ന് പറയുകയാണ്, ഒരു ബാഗ് വെച്ച് മറന്നുപോയി, അതൊന്ന് നയതന്ത്ര ബാഗേജിലൂടെ അടിയന്തരമായി എത്തിക്കണം. നയതന്ത്ര ബാഗേജിലൂടെ എത്തിക്കുന്നു. അവിടെ എത്തി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡോളറാണ്. അത് എത്ര 100 കോടി ഡോളറാണെന്നാണ് പറഞ്ഞത്. 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഇപ്പം 100 റുപ്യാണ്. 10,000 കോടി രൂപയാണ് ഒറ്റയടിക്ക് ഗൾഫിലെത്തിയത്. ഈ 10,000 കോടി എന്ന് പറഞ്ഞാൽ അങ്ങനെ 10 തവണ കയറുമ്പോൾ എത്രയേ? തീർച്ചയായും 1 ലക്ഷം കോടി. ഇതിപ്പോ ഈ നമ്മളെ വീണ ജോർജിന്റെ വകുപ്പ് എന്ന് പറയുന്നത് എന്താ? ആരോഗ്യവകുപ്പ്. അവിടെ എന്താ മേടിക്കുന്നത്? മരുന്ന്. ഒരു കൊല്ലം 1 ലക്ഷം കോടി രൂപയുടെ മരുന്നായിട്ടും അതേപോലെ എക്യുപ്മെന്റ്സ് ആയിട്ടും അവിടെ വാങ്ങുന്നുണ്ട്. അങ്ങനെ 10 വർഷമാണ് പിണറായി വിജയന് കിട്ടിയത്. 10 വർഷം കിട്ടുമ്പോൾ ടോട്ടൽ എത്രയായി? 1 വർഷം 1 ലക്ഷം കോടിയുടെ മേടിക്കും. 10 വർഷം 10 ലക്ഷം കോടിയായി. അതിന് 25% കമ്മീഷൻ എത്രയായി? 2.5 ലക്ഷം കോടിയാണ്. നമ്മൾ അതൊന്നും അത്രയും കണക്കൂട്ടുന്നില്ല. നമുക്ക് തന്നെ അത്ര കൂട്ടാൻ ബുദ്ധിമുട്ട്. ആവറേജ് 1 ലക്ഷം, ഒരു 75,000 കോടി കൂട്ടിക്കോളൂ, അല്ല 50,000 കോടി കൂട്ടിക്കോളൂ ആ വകുപ്പില്. പിന്നെ വീണ ജോർജ് എന്തിനാ ഡൽഹി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിലേക്ക് പറക്കുന്നത്? വീണ ജോർജിനെ പഠിപ്പിച്ചെടുത്തതൊക്കെ പിണറായിയാണ്. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ഒരു സംഭവമായിരുന്നു ആരോഗ്യവകുപ്പ്. അപ്പോൾ ആ വകുപ്പിൽ കൃത്യമായിട്ട് നമ്മുടെ ശൈല ടീച്ചറുള്ള സമയത്ത് ഈ കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് നടന്നില്ല. അപ്പോഴാണ് വീണ ജോർജിനെ കൊണ്ട് ഇതാക്കുന്നത്, കൊഴലൂത്തുകാരി. ഇപ്പോൾ കൊഴലൂത്തുകാരി വന്നപ്പോൾ എന്തായി? കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ നടന്നു. വീണ ജോർജിന് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ കത്തിക്കൽ നടത്തുന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ടായിപ്പം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കത്തിക്കുന്നത് പഴയ മരുന്ന് മേടിക്കും, അത് വേസ്റ്റും എന്നുള്ളതായിരിക്കും. അതിന് വിലയാ പുതിയ മരുന്നിന്റെ വിലയിൽ കൂട്ടും, എന്നിട്ട് കത്തിച്ച് കളയും, എന്നിട്ട് രേഖ കത്തിച്ച് കളയും. ഇതാണ് വീണ ജോർജിന്റെ പരിപാടി. ഇതേപോലെ പൊതുമരാമത്ത് വകുപ്പിലെ പരിപാടി എങ്ങനെ അറിയോ? അവിടെ കോൺട്രാക്ടർമാർ വരും. ആരെടുത്ത്? ക്ലിഫേഴ്സിൽ ആരാ നോക്കുന്നത് അറിയോ? വീണ വിജയനാണ് നോക്കുന്നത്. വീണ വിജയൻ വന്നിട്ട് പറയുന്നത് 100 കോടി രൂപയിൽ താഴേക്ക് പറച്ചിലില്ല. ഈ 85 ലക്ഷം 20 കോടി ഒന്നല്ല. ഇപ്പൊ 100 കോടി 50 കോടി ആ ഉള്ള അങ്ങോട്ടുള്ള റേഞ്ചേ പിണറായി വിജയനുള്ളൂ. നമ്മളെ പഴയ ചെത്തുകാരൻ കോരന്റെ മകൻ പിണറായി എന്ന് പറയുന്നത് ഒടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരാളായിരുന്നു. ആ കാലം നമ്മൾ ചിന്തിക്കുന്നത്.
പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ് ടാറ്റ, ബിർള അല്ലെങ്കിൽ അദാനി ആ ലെവലിലുള്ള ഒരാളാണ്. വിപ്ലവം നയിച്ച് അദാനിയേക്കാൾ വലിയ ശക്തനായ ഒരാളായിട്ടുള്ള ആൾ ആരാ? പിണറായി വിജയനാണ്. അല്ല, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ സാധാരണക്കാരന് ഒരു പാക്കറ്റ് കപ്പലണ്ടി മേടിക്കുന്ന പണം മാത്രമേ ഇപ്പോൾ വീണ വിജയൻ്റെ ഈ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ തുക വളരെ ചെറിയ തുകയാണെന്ന് അദ്ദേഹം പറയാൻ കാരണം അതായിരിക്കാം അല്ലേ? അല്ല, നമ്മൾ സാധാരണ ഒരു കപ്പലണ്ടിക്കാരനടുത്ത് 10 റുപ്യ തപ്പി നോക്കിയിട്ട് നമ്മൾ പോയി മേടിക്കുന്നത്. നമുക്ക് 10 റുപ്യ ഉണ്ടാവണം. ഇവിടെ അതല്ലേ 85 ലക്ഷം. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു തുകയല്ല. പിണറായി വിജയൻ്റെ ഓരോ ഘട്ടം പരിശോധിക്കുമ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുള്ള തട്ടിപ്പുകളുടെ കഥയെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഘട്ടമായിട്ട് കോടികൾ 100 കോടി, 1000 കോടി, 10,000 കോടി, 1 ലക്ഷം കോടി, അങ്ങനെ കോടികളിലേക്ക് വളർന്നത്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും സത്യസന്ധനായ ഒരാൾ വേറെ കാണാൻ പ്രയാസമായിരിക്കും. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തുകയുടെ വലിപ്പമല്ലല്ലോ അവിടെ നടന്നിരിക്കുന്ന കുറ്റകൃത്യത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന കാര്യം. അതായത് 1000 കോടിയോ 200 കോടിയോ 20 കോടിയോ 1 കോടിയോ 1 ലക്ഷമോ എന്നുള്ളതല്ലോ. അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുകയുടെ വലിപ്പം അനുസരിച്ചിട്ടല്ലോ കുറ്റം നിർണ്ണയിക്കപ്പെടുക. അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ പിണറായി വിജയൻ അബദ്ധത്തിൽ തന്നെയുള്ള ചെന്ന് ചാടിയിരിക്കുന്നത്. അത് മുമ്പ് MA ബേബി എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. സ്വർലയിലെ അഴിമതി MA ബേബിയെ പുറത്താക്കുമോ CPM എന്ന് വെച്ചിട്ട് അതിലെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് അവിടെ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ അവർ 15 ലക്ഷം രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചപ്പം ഒന്ന് തെറ്റിച്ച് ചോദിച്ചു, അല്ല താങ്കൾ എത്ര കോടികളാണ് അവിടെ കൊടുക്കാനുള്ളത്, കൊടുക്കാണ്ടായിരുന്നു ചോദിച്ചു. ഇവർ പൈസ കൊടുത്തില്ല, അധികാരത്തിൻ്റെ ധിക്കാരം കാണിച്ച് പൈസ കൊടുത്തില്ല. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ നിങ്ങൾ 1 കോടി എത്ര 2 കോടിയാ? ഇല്ല 15 ലക്ഷത്തി എത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു 15 ലക്ഷമാണോ? അപ്പം ഞാൻ ചോദിച്ചു 1 രൂപ മോഷ്ടിച്ചാലും 100 രൂപ മോഷ്ടിച്ചാലും മോഷണം തന്നെയല്ലേ? അപ്പം നിങ്ങൾ 15 ലക്ഷം തന്നെയല്ലേ ഞാൻ എൻ്റെ പബ്ലിക്കേഷനിൽ പറഞ്ഞത്? അത് ശരി തന്നെയല്ലേ? ആണ്. അതുപോലെ പിണറായി വിജയൻ മോഷണം നടത്തിയെന്ന് അദ്ദേഹം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. തട്ടിപ്പ് നടത്തിയെന്ന് മൂപ്പര് സംഭവിച്ചു. അത് 1 രൂപയായാലും 100 കോടി റുപ്യയായാലും എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് തട്ടിപ്പ് നടത്തിയത് തന്നെയാണ്. അത് കള്ളപ്പണ നിക്ഷേപം തന്നെയാണ്. ആ കള്ളപ്പണത്തിന്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയൻ സമ്മതിച്ചിരിക്കുന്നത്. അല്ല സാർ, ഇവിടെ ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ വന്ന് പിണറായി വിജയൻ എന്ന നേതാവ് ഇതുവരെയും യാതൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മുഹമ്മദ് റിയാസ് പറയുന്നത് നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ഇപ്പോൾ കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പിണറായി വിജയൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. അഥവാ പേടി മറയ്ക്കുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം ശ്രമിക്കുന്നത്? എന്താവാനായിരിക്കും? രണ്ടിൻ്റെ മറുപടിയും പറയാം. ഒന്ന്, കേരളം കണ്ട ഏറ്റവും വലിയ ഭീരു ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. ക്രൈമിനെ പോലുള്ള ഒരു പബ്ലിക്കേഷനിൽ അദ്ദേഹത്തിനെതിരെ വാർത്ത പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഭീരുത്വം കാണിച്ച ഒരാളാണ്. പകരം ഗുണ്ടകളെ വിട്ട് എൻ്റെ ഓഫീസ് ആക്രമിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ അതോട് നിന്നു പോകും, ഞാൻ പിന്നെ ശബ്ദിക്കില്ല എന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പം അത് പിണറായി വിജയൻ ഭീരുവാണ്, അതേസമയത്ത് സെറ്റിൽമെൻറ്റിൻ്റെ ആളുമാണ്. സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് ലാവ്ലിൻ കേസ് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നിരവധി വർഷം. എനിക്ക് 2005 ഞാനത് പുറത്തു കൊണ്ടുവരുന്നത്. 2009 അത് കുറ്റപത്രം സമർപ്പിക്കുന്നത് പിണറായി വിജയനെതിരെ. അതിനുശേഷം അത് UPA ഗവൺമെൻറ് ആയിരുന്നു ഭരണകാലം ഇതുണ്ടായിരുന്നത്. പിന്നീട് കേസ് വിചാരണയ്ക്ക് വന്ന സമയത്ത് ആദ്യം പ്രോസിക്യൂഷൻ പെർമിഷനെതിരെ അദ്ദേഹം കൊടുത്തു. പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച ശേഷം അത് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു. അവിടുന്ന് തുടങ്ങി അദ്ദേഹം ജഡ്ജിമാർക്ക് പൈസ കൊടുത്ത് അട്ടിമറിച്ചു എന്നുള്ള കാര്യത്തിന് കൃത്യമായ തെളിവുകൾ സഹിതം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതിനൊന്നും എനിക്കെതിരെ ഡിഫമേഷൻ കേസും കൂടി കൊടുത്തില്ല. 5 കോടി രൂപയാണ് തിരുവനന്തപുരത്തെ R രഘു എന്ന് പറയുന്ന ജഡ്ജിന് കേസ് ഡിസ്ചാർജ് അനുവദിച്ച ജഡ്ജിന് കൊടുത്തത് എന്നുള്ള വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് എന്നോട് ആരാ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് MK ദാമോദരനാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം 25 കോടി രൂപ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ഉബൈദിന് കൊടുത്തു എന്ന് പറഞ്ഞു. ഉബൈദിന് 25 കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആര് പറഞ്ഞ? അന്ന് MK ദാമോദരൻ വിധി വന്നിട്ടില്ല, അതിന് മുമ്പ് പറഞ്ഞത് എന്നോട് ആ വിധി വരാൻ പോണത് അത് തള്ളിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല അതിൽ ആ തിരുവനന്തപുരത്തെ ജഡ്ജി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 പേരാണ് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തത്, 7 പേർക്ക് കൊടുത്തു. അപ്പോൾ ഇത് 4 ആക്കി ചുരുക്കും എന്ന് പറഞ്ഞു. അത്രയും മുൻകൂട്ടി എന്നോട് പറഞ്ഞിട്ടാണ്. അത് ഞാൻ എൻ്റെ ഇടയിൽ മരിച്ചു ആ വിധി വരുന്നതിന് മുമ്പ്.
അത് അദ്ദേഹം എൻ്റെ ഫാദർലോൻ്റെ ശിഷ്യനായിരുന്നു. യോഗാചാര്യ ടി ജി ചിദംബരൻ്റെ ശിഷ്യനാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ മരുമകനാണെന്ന് മനസ്സിലാക്കി എന്നെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ ഇവിടെ കച്ചേരിപ്പടിയുള്ള പോലീസ് സ്റ്റേഷനടുത്തുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ പിണറായി വിജയൻ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യും, പിന്നെ അല്ലാതെയും സെറ്റിൽ ചെയ്യും, രാഷ്ട്രീയമായി സെറ്റിൽ ചെയ്യും. ഇപ്പം രാഷ്ട്രീയമായി സെറ്റിൽ ചെയ്ത് ഇത്രയും കാലം രാഷ്ട്രീയമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇവിടുത്തെ BJP നേതാക്കന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് അവർ കെ സുരേന്ദ്രനും വി മുരളീധരനും സെറ്റിൽമെൻറ്റ് ഇത്തരം കാര്യം മീഡിയേറ്റേഴ്സായി പ്രവർത്തിച്ചതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെ ഡൽഹിയിൽ അമിത്ഷാ ചെയ്യുന്നത് എന്താ വെച്ചാൽ കേരളത്തിൽ BJP വളരാനുള്ള സാധ്യത കണക്കൂട്ടി കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ പിണറായി ഭരിച്ചോട്ടെ എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും CPM തകർന്നു. ഇനി ആ CPM-ലുള്ള ആൾക്കാർക്ക് BJP-യിൽ എത്തിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യാൻ വേണ്ടി പിണറായി വിജയന് ഇത് കൊടുത്തിട്ടുണ്ടാവും. അല്ല സാർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വന്നു കഴിഞ്ഞപ്പോൾ 3 സീറ്റ് BJP-ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഇവിടെ CPM തകർന്നാൽ മാത്രമേ BJP-ക്ക് വളർച്ചയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് BJP ചെയ്തതെന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. കാരണം കുറച്ചുകൂടി സ്ട്രോങ് ആയി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ കേന്ദ്രം ഒരു നിലപാട് കൈക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇക്കുറി 5 സീറ്റെങ്കിലും നിയമസഭയിൽ. 5 അല്ല, ഇത് നേരത്തെ തന്നെ ലാവ്ലിൻ കേസ് വന്ന സമയത്ത് തന്നെ അതാക്കിയിരുന്നെങ്കിൽ, സുപ്രീം കോടതി അത് വിചാരണ നേരിടാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നെങ്കിൽ ഇന്നിപ്പം പിണറായി വിജയൻ ജയിലിലാണ്. പിന്നെ പ്ലസ് CPM തകർന്നതിരിപ്പണാവും ആർക്കാ ഗുണം കിട്ടുക? BJP ഗുണം കിട്ടുക. പിന്നെ സ്വർണ്ണക്കളക്കടുത്ത്, ഡോളർക്കടുത്ത്, അങ്ങനെ കരിമണലിന്റെ ആ കേസ്, ഇതിലൊക്കെ തന്നെ ഇത്രയും ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് എന്താണ് ഇവരൊന്നും അറസ്റ്റ് ചെയ്യാത്തത്? അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റ് വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ആ സൂചന ഉണ്ടല്ലോ, ഇതൊക്കെ ചെറിയ എമൗണ്ടാണ്, നിന്റെ ഒരു വലിയ എമൗണ്ട് ഉണ്ട്, ഞാനത് തരാൻ തയ്യാറാണ് BJP നേതാക്കന്മാർക്ക് എന്നാണ് മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം.